എല്ലാവർക്കും നമസ്കാരം. ഒരു മന്ത്രം മൂകാംബിക ദേവിയുടെ അതിവിശിഷ്ടമായിട്ടുള്ളതും വളരെ ശക്തിയുള്ളതുമായിട്ടുള്ള ഒരു മന്ത്രമുണ്ട്. അത് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി. മൂകാംബിക അമ്മ 3 ഭാവങ്ങളിലാണ് കുടികൊള്ളുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്. സരസ്വതി, ലക്ഷ്മി, കാളി, ഇങ്ങനെയുള്ള 3 ഭാവങ്ങൾ. രക്ഷകയായിട്ടും വിദ്യാരൂപിണിയായിട്ടും ഐശ്വര്യപ്രധാനിയായിട്ടും അമ്മ കുടികൊള്ളുന്നു. അപ്പോൾ അമ്മയുടെ ആ ഒരു ഭക്തർക്ക് ഒരു ദാരിദ്ര്യമോ ദുഃഖമോ കഷ്ടപ്പാടുകളോ ഒന്നും വരികയില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്, അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു മന്ത്രം ജപിക്കുമ്പോൾ അറിയേണ്ട കാര്യമുണ്ട്. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമുക്കത് ഫലിക്കുന്നില്ല എന്ന് പറയുന്നവർ ഉറപ്പായിട്ട് ഇത് കേൾക്കുക. കാരണം മന്ത്രം ജപിക്കുമ്പോൾ അത് ഫലിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതിന് തയ്യാറായിട്ട് വേണം ഒരു മന്ത്രം ജപിക്കാനായിട്ട്. മന്ത്രം പഠിക്കുമ്പോൾ ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കണമെന്ന് നിർബന്ധമാണെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്, അല്ലേ? അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു മന്ത്രം ജപിക്കുമ്പോൾ അത് എങ്ങനെയാണ് ജപിക്കേണ്ടത്, ഏത് രീതിയിലാണ് ജപിക്കേണ്ടത് എന്നെല്ലാം ഒരു പരിചയസമ്പന്നനായിട്ടുള്ള ഗുരുനാഥന് സത്യസന്ധമായിട്ട് ഒരു ശിഷ്യന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഗുരുമുഖത്ത് നിന്ന് മന്ത്രങ്ങൾ പഠിക്കണമെന്ന് പണ്ടുള്ളവർ പറയാനുള്ള ഏറ്റവും വലിയ കാരണം അത്രയും പവിത്രമാണ് മന്ത്രങ്ങൾ. മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ശബ്ദങ്ങളാണ് കേട്ടോ. മന്ത്രം ശബ്ദമാണ്. ആ ശബ്ദം അത്രയും ശുദ്ധവും സ്ഫുടവുമായിട്ട് ജപിക്കാൻ സാധിക്കുന്നത് മഹാഭാഗ്യമാണ്, അമ്മയുടെ കടാക്ഷമാണ്. അപ്പോൾ മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒന്നാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. എനിക്കും ഒന്നും അറിയില്ല കേട്ടോ. പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ, പിച്ച വെച്ച് നടക്കുന്നതേ ഉള്ളൂ. അപ്പോഴും ഞാൻ നടക്കുമ്പോൾ ഞാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളും ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അമ്മയുടെ ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന മന്ത്രം അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് വളരെ ഭക്തിയോടെ കേൾക്കുക. അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും കേട്ടോ. ഈ ഒരു മന്ത്രം ജപിച്ചിട്ട് നമുക്ക് പുരോഗതി ഉണ്ടാകും, സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാകും, അമ്മയുടെ പ്രൊട്ടക്ഷനും നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടെ എല്ലാ ദുഃഖങ്ങളും അമ്മയുടെ കാൽക്കൽ ഇറക്കി വെച്ച് അമ്മയെ അടുത്തിരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് വേണം എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രം വളരെ സത്യസന്ധമായിട്ട് വളരെ നല്ല മനസ്സോടെ കേൾക്കുക. മന്ത്രം ഇതാണ്: ഓം ആയും ഗൗരി ആയും പരമേശ്വരി ആയും സ്വാഹ. ഒന്നുകൂടെ പറയാം: ഓം ആയും ഗൗരി ആയും പരമേശ്വരി ആയും സ്വാഹ. ഒന്നുകൂടി പറയാം: ഓം ആയും ഗൗരി ആയും പരമേശ്വരി ആയും സ്വാഹ. ഇതാണ് ആ ഒരു വളരെ ശക്തിയുള്ള ആ ഒരു മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഐം എന്ന് പറയുന്നത് സരസ്വതി ദേവിയെ പ്രതിനിധീകരിക്കുന്ന ബീജാക്ഷരമാണ് കേട്ടോ. ഐം എന്ന് പറയുന്നത് അറിവും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സരസ്വതി ദേവി എന്ന് പറയുന്നത് അറിവാണല്ലോ. ദേവി ഇവിടെ മൂകാംബികയിൽ 3 ഭാവത്തിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അമ്മയുടെ അടുത്ത് ഭക്തരെത്തുന്നത് വിദ്യാരംഭത്തിനും വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടും കലകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ സരസ്വതി ദേവിയുടെ ഭാവമാണ് അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഐം എന്ന ബീജാക്ഷരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിദ്യയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബീജാക്ഷരമാണ് ഐം എന്ന് പറയുന്നത്. ഈ ഒരു മന്ത്രത്തിന്റെ ശക്തിയും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മൂകാംബിക ഭക്തർ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു മന്ത്രം ജപിക്കേട്ടോ. ഇതിലായും വന്നത് കൊണ്ട് തന്നെ വളരെ ഉത്തമമാണ്. അതുപോലെ ഏതൊരു മന്ത്രം ജപിക്കുമ്പോഴും ആദ്യം ഓം എന്ന് പറയാൻ കാരണം പരബ്രഹ്മ പ്രതീകമാണ് ഓം എന്നുള്ള ബീജാക്ഷരം. എല്ലാ ദേവതയും ഇത് സൂചിപ്പിക്കുന്നു. ഓം എന്നുള്ള ബീജാക്ഷരം പ്രണവാക്ഷരമാണ്. ഓം എന്ന് പറഞ്ഞ ബീജാക്ഷരം എല്ലാത്തിനെയും എല്ലാ ദേവതകളെയും ഉൾക്കൊള്ളുന്ന ഒരു ബീജാക്ഷരമാണ് കേട്ടോ ഓം എന്ന് പറയുന്നത്. ഏതൊരു മന്ത്രം ജപിച്ചാലും ഓം എന്നുള്ള ആദ്യ ശബ്ദം, നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ മന്ത്രം എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങളുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ ആ ശബ്ദം ഉച്ചരിക്കുന്ന ശബ്ദത്തിന് പോലുമുണ്ട് ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓം എന്ന് പറയുന്നത് പരബ്രഹ്മ പ്രതീകമാണ്. എല്ലാ ദേവതകളും ഉൾക്കൊള്ളുന്ന
ആദ്യമായിട്ടുള്ള ശബ്ദമാണ് ഓം എന്ന് പറയുന്നത്. പിന്നെ ഓം എന്ന് പറയുമ്പോൾ വളരെ സ്ഫുടമായിട്ട് ഓം എന്ന് പറയുക. അത് നമ്മുടെ തലച്ചോറിനും വളരെ നല്ലതെന്നാണ് പറയുന്നത്. ഓം എന്ന് ജപിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്, ഓർത്തു വച്ചേക്കുക. ഐം എന്ന് പറയുന്നത് എപ്പോഴും അറിവിനെ സരസ്വതി ദേവി സൂചിപ്പിക്കുന്ന ഒരു ബീജാക്ഷരമാണ്. ഇപ്പോഴെല്ലാവർക്കും ഇത് ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അമ്മയെ പൂർണ്ണമായിട്ട് മനസ്സിൽ ധ്യാനിച്ച് നല്ല മനസ്സോടെ ശുദ്ധവൃത്തിയോടെ ഇത് ജപിക്കുക കേട്ടോ. എല്ലാവർക്കും വിദ്യ അഭ്യസിക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടാകട്ടെ. വിദ്യ അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞു പ്രായമായതൊന്നും അല്ല. നമ്മളെല്ലാവരും ഇപ്പോഴും ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ കാണുന്നതും നമ്മുടെ തലച്ചോറിലത് എത്തി നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത് എല്ലാം അമ്മയുടെ ഒരു ശക്തി തന്നെയാണെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും ഐശ്വര്യ ആരോഗ്യം ഉണ്ടാവട്ടെ.